പ്ലാച്ചിമടയിൽ ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച കൊക്കക്കോള ഫാക്ടറി ഇനി ഒരിക്കലും തുറക്കില്ല. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കൊക്കക്കോള കമ്പനി തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത്. ജലചൂഷണവും പരിസ്ഥിതി പ്രശ്നങ്ങളും സൃഷ്ടിച്ച ഫാക്ടറിക്ക് ലൈസൻസ് നൽകാൻ 2004 പെരുമാട്ടി പഞ്ചായത്ത് 3 വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ജലം ഉപയോഗിക്കരുത്, ഫാക്ടറി മാലിന്യങ്ങൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാതെ നിർമ്മാർജ്ജനം ചെയ്യണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കരുത് എന്നീ വ്യവസ്ഥകൾക്കെതിരെയാണ് കമ്പനി നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. ഹൈക്കോടതി ലൈസൻസ് നൽകാൻ നിർദ്ദേശിച്ചെങ്കിലും സംസ്ഥാന സർക്കാരും പെരുമാട്ടി പഞ്ചായത്തും മലിനീകരണ നിയന്ത്രണ ബോർഡും സുപ്രീം കോടതിയെ സമീപിച്ചു. 12 വർഷത്തോളം പഴക്കമുള്ള കേസ് ഇന്ന് പരിഗണിച്ചപ്പോൾ ഫാക്ടറി അടച്ചുപൂട്ടിയതിനാൽ നടപടികൾ അവസാനിപ്പിക്കണമെന്ന കൊക്കക്കോളയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്ന ഫാക്ടറികൾക്ക് അനുമതി നൽകാതിരിക്കാൻ പഞ്ചായത്തിനുള്ള അധികാരം സംബന്ധിച്ച നിയമപരമായ വിഷയം ഇപ്പോൾ തീർപ്പാക്കുന്നില്ലെന്ന് ജസ്റ്റിസ് രോഹിൻടൺ നരിമാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. സമാനമായ മറ്റു കേസുകളിൽ ഈ വിഷയം ഉന്നയിക്കാം. കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിലും കൊക്കക്കോള ദുരിതം വിതച്ച പ്ലാച്ചിമടയിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.